ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി ഞാൻ വന്നിട്ട് ഈ വഴിക്ക്. നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് 2 ആഴ്ചയായി. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. അപ്പോൾ എവിടെയെങ്കിലും പോകണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതുപോലത്തെ ഒരു പാർക്ക് വന്നു. പാർക്കിൻ്റെ പേരാണ് ഒരു വെറൈറ്റി പേര്, കോമാച്ചി പാർക്ക്. അപ്പോൾ ഇത് ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോയത്. 1 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ, 1-1.5 മിനിറ്റൊക്കെ നടക്കാനുണ്ടാവും. അവിടെ കയറിയിട്ടുള്ള ഭയങ്കര എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ കാണുന്നത്. സ്ക്രാച്ചിൽ നിന്നാണ് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതുണ്ടോ, പണിത അവിടെ ആ തൂമ്പയുടെ കഷ്ണം കല്ലിൻ്റെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഈ കിളിക്കൂട്. ഇതിനകത്ത് നല്ല പല നിറത്തിലൊക്കെയുള്ള ഒരുപാട് കിളികൾ. നമ്മളെ കൈയൊക്കെ കഴുകി ഒരു കയ്യിൽ നമുക്കൊരു കുറച്ച് തീറ്റയൊക്കെ തന്നിട്ടാണ് നമ്മൾ ഈ കൂട്ടിനകത്തേക്ക് കയറ്റി വിടുക. അപ്പം നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ വന്നിരിക്കും. അപ്പം ഞങ്ങൾ കുറേ നോക്കിയിട്ടൊന്നും നമുക്കൊരു കിളിയെ കിട്ടിയില്ല. പക്ഷേ സാറ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. മാനന്തവാടി ബോയ്സ് ടൗണിൽ നിന്ന് വരയാൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ആണ് ഈ പാർക്കുള്ളത്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ ഉദ്ഘാടനം പിറ്റേ ദിവസം ആയതുകൊണ്ട് അതിൻ്റെ തകൃതിയായ പണികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. എനിക്ക് അവസാനം ഒന്നിനെ കിട്ടി, പക്ഷെ എൻ്റെ കയ്യിലോട്ടത് കയറിയില്ല. കൈ കയറാൻ മാക്സിമം ഞാൻ നോക്കിച്ചു, പക്ഷെ കയറിയില്ല. നല്ലൊരു പ്രത്യേക ഒരു അനുഭവം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കിളികൾ മാത്രമല്ല, ഈ നമ്മുടെ പല നിറത്തിലൊക്കെയുള്ള ഗിനിപ്പികളില്ലേ, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോ സ്പോട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പല തരത്തിലുള്ള റൈഡുകളുണ്ട്. ഇതിങ്ങനെ പല തട്ടുകളായിട്ട് വലിയ എന്താ പറയുക, ഇടുക്കോ ഞെരുക്കോ ഒന്നുമില്ല. കുട്ടികൾക്കൊക്കെ വിശാലമായ റോഡ് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആർട്ട് ഗാലറി പോലെയുള്ള ഒരു സംഭവം, അതൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഏകദേശം അറേഞ്ച് ഒക്കെ എല്ലാം സെറ്റപ്പായി കാണും തോന്നുന്നു. ഈ സീൻ കണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? പൃഥ്വിരാജിൻ്റെ ഒരു പാട്ടില്ലേ, സന്ധ്യകളും നീലൻ എത്ര രാവുകൾ അല്ലേ, ആ പാട്ടില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ എന്താ പറയുക, ഹൈബ്രിഡ് ആയിട്ടുള്ള മണിമരുതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് സമയം ചെലവിട്ട് അവിടെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് നിന്ന് കാണുവാണെങ്കിൽ സൂപ്പറാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു സംഭവം. ഇതൊക്കെ സ്ക്രാച്ചിൽ നിന്നാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിക്ക് അവിടെ ഒരു ക്യാമറ റൂമോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതുപോലെ പഴയ കാലത്തെ ക്യാമറയുടെ തുടക്കം മുതലുള്ള പല വെറൈറ്റീസിലുള്ള ക്യാമറകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്സ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും. അങ്ങനെ ഈ റൂമിലൊന്നും അധികം അങ്ങനെ ഒച്ചപ്പാടും ബഹളവും തിരക്കൊന്നുമില്ല. ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാനോ അങ്ങനത്തെ ഒരു ജിജ്ഞാസയോടുകൂടി കയറുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഈ റൂമിലുണ്ടാവുള്ളൂ. അങ്ങനെ അധികം ആരും ഞാൻ കയറിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ക്യാമറാസ് അവിടെ ഇരിപ്പുണ്ട്. പഴയതും പണ്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ ക്യാമറകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അതൊന്ന് ഓട്ടപ്രദക്ഷിണത്തിൽ ഒന്ന് ഓടിക്കണ്ടിട്ട് അവിടുന്ന് ചാടി ഇറങ്ങി. പുറത്തുനിന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട്. ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് കാണുമ്പം എന്താ മറ്റേ വരയാൽ ആ ബോയ്സ് ടൗൺ ഭാഗം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ കുട്ടികൾക്കും പിന്നെ വെഡ്ഡിങ് ഡെസ്റ്റിനേഷനൊക്കെ പറ്റിയ ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഇതോ ആ കാണുന്നതാണ് കോമാച്ചി പാർക്ക്. അപ്പോൾ ചോദിക്കുക എൻ്റെ വീട് എവിടെയാണ്? ഇത് ഇങ്ങനെ നടന്നു വന്നാൽ ഇതേ ആ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വേഗം തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.